കുറച്ച് വ്യക്തിപരമാണ്. കാരണം ഫോൺ വിളികളായും വാട്സാപ്പ് മെസ്സേജായും നിരവധി ചോദ്യങ്ങൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. എൽ ഡി എഫിന് ഭരണ തുടർച്ചയുണ്ടാകുമോ? യു ഡി എഫ് അധികാരത്തിലെത്തുമോ? ബി ജെ പി ഇത്തവണ എത്ര സീറ്റ് നേടും? വീണ്ടും അക്കൗണ്ട് തുറക്കുമോ എന്നല്ല കേട്ടോ, എത്ര സീറ്റ് കിട്ടുമെന്ന് തന്നെയാണ് ചോദ്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെന്ന നിലയ്ക്ക് ഒരു വീഡിയോ തയ്യാറാക്കണം എന്ന് കരുതിയ സമയത്ത് തന്നെ ഒട്ടനവധി ഫേസ്ബുക്ക് പോസ്റ്റുകളും കാണാനിടയായി. ചിലർ 100-ലേറെ സീറ്റ് യു ഡി എഫിന് പ്രവചിക്കുന്നു. മറ്റു ചിലർ 75 സീറ്റിന് മുകളിൽ എൽ ഡി എഫിന് പ്രതീക്ഷിക്കുന്നു. വാർത്താ ചാനലുകളുടെ ഇനിയുള്ള ഏറ്റവും വലിയ ടാസ്ക് ഓരോ ദിവസവും പ്രേക്ഷകരോട് എന്തു പറയുമെന്നുള്ളതാണ്. ഓരോ ചാനലും അവരുടേതായ ഫലപ്രഖ്യാപനം ഓരോ ദിവസവും തകൃതിയായി നടത്തുകയാണ്. സത്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? വോട്ടെണ്ണും മുന്നേയുള്ള ഫലപ്രഖ്യാപനം ചാനലുകളുടെ വിശ്വാസ്യതയെ എത്രത്തോളം ബാധിക്കും? ന്യൂസ് ലാബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, പ്രവചനങ്ങളായിക്കോട്ടെ, വിലയിരുത്തലുകളായിക്കോട്ടെ, വീമ്പു പറച്ചിലുകളായിക്കോട്ടെ, അവകാശവാദങ്ങളായിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഉത്തരം അടുത്ത മാസം, അതായത് മെയ് 4-ന് 4-ാം തീയതി ഉച്ചയോടെ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ്. അതാണ് ആത്യന്തിക ഉത്തരം. പ്രവചനങ്ങളോ അവകാശവാദങ്ങളോ ഒന്നും തന്നെ പ്രസക്തമല്ല. പക്ഷേ മെയ് 4 വരെ നമുക്ക് ഇതൊക്കെ കാണാനും കേൾക്കാനുമാണ് വിധി. രസകരമായ ബൈറ്റുകളും രസകരമായ ഇൻ്റർവ്യൂകളും പലതും ഇനി വരാനിരിക്കുന്നു എന്നുള്ളതാണ് സത്യവും. നമുക്കാദ്യം സി പി എമ്മിൽ നിന്ന് തുടങ്ങാം. പതിവ് പോലെ ബൂത്ത് കമ്മിറ്റികൾ നൽകിയ കണക്ക് പഞ്ചായത്ത് തല കമ്മിറ്റികളും കടന്ന് മണ്ഡലം കമ്മിറ്റികളിലെത്തി. അവിടെ നിന്നും ജില്ലാ കമ്മിറ്റികളിലെത്തി കണക്കുകൾ ക്രോഡീകരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി. ഞായറാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ കണക്കുകളെ യുക്തിഭദ്രമായി വിലയിരുത്തി. യോഗശേഷം മാധ്യമങ്ങളെ കണ്ട CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 90 സീറ്റ് വരെ നേടി ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ 3-ാം ടേമിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. വലിയ വിജയം നേടുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം 90 സീറ്റിൽ കൂടുതൽ സീറ്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം ടേം അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ MLA-മാർ ഉൾപ്പെടെയുള്ളവരെല്ലാം ജയിച്ച് കയറുന്നു തന്നെയല്ലേ. ഇതോടെ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായി. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ 100 സീറ്റിലേറെ നേടി അധികാരം തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ കുറച്ച് പിന്നാക്കം പോയി. ഇപ്പോൾ 100 സീറ്റ് എന്ന കണക്ക് UDF നേതാക്കൾ പറയുന്നതേയില്ല. പക്ഷേ LDFന് ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന് UDF ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. വെറുതെ അല്ല 100 സീറ്റ് കടക്കുമെന്ന് പറഞ്ഞത്. ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം UDFന് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. 100 സീറ്റിൽ അധികം നേടി നമുക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന്. അതായത് രണ്ട് മുന്നണികളും ഏതാണ്ട് ഒരേ തരത്തിൽ ചിന്തിക്കുന്നുവെന്ന് കാണാൻ കഴിയും. UDFന് 100 സീറ്റ് എന്ന കാര്യത്തിൽ കേരളത്തിലെ മിക്ക മാധ്യമങ്ങൾക്കും സംശയമുണ്ടായിരുന്നില്ല. പിണറായി വിജയൻ്റെ മുഖം മാത്രം വെച്ച് പ്രചാരണം നയിച്ചതിലുള്ള പ്രാക്കും പള്ളുപറച്ചിലുമായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായി മിക്ക മാധ്യമങ്ങളും നടത്തി വന്നിരുന്നത്. റിപ്പോർട്ടർ TV, ന്യൂസ് മലയാളം എന്നിവർ നടത്തിയ പ്രീപോൾ സർവേയിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം പ്രവചിച്ചിരുന്നു. മനോരമയടക്കമുള്ള മറ്റ് മുൻനിര മാധ്യമങ്ങളുടെ സർവേയിൽ മുൻതൂക്കം UDFനായിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ സ്വന്തം സർവേകളിൽ നിന്ന് അതത് മാധ്യമങ്ങൾ പിന്നാക്കം പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം വോട്ടെടുപ്പ് കഴിഞ്ഞു, ജനം അവരുടെ വിധി രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനു മുകളിൽ കയറിയിരുന്ന് വിധി പറയാൻ മാധ്യമങ്ങൾക്ക് അത്ര ധൈര്യമൊന്നും ഉണ്ടാകില്ല. അതൊരു വസ്തുതയാണ്. കാരണം അതിന് ചില റിസ്ക് എലമെൻറ്റുകളുണ്ട്. ഒന്ന്, അങ്ങോട്ടോ ഇങ്ങോട്ടോ പാടിയാൽ ആ സ്ഥാപനം ദീർഘകാലത്തേക്ക് സോഷ്യൽ മീഡിയ ട്രോളുകൾക്കും അതിനു പുറത്തുള്ള ചീത്തവിളികൾക്കും നിശബ്ദം സാക്ഷിയാകേണ്ടി വരും. പല ചാനലുകളും പരതിയെങ്കിലും രസകരമായി തോന്നിയത് മീഡിയ വണിൽ നിഷാദ് റാവുത്തർ നയിച്ച ഫൈനൽ ആർഗ്യുമെൻറ്റിൻ്റെ കണ്ടെത്തലുകളായിരുന്നു. ആരും ജയിക്കാമെന്ന നിലയുണ്ടെന്ന ആമുഖത്തോടെയാണ് നിഷാദ് ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത്.
ആദ്യ ചോദ്യം ജിമ്മി ജെയിംസിന് നേർക്കാണ്. CPM കണക്ക് ഏതാണ്ട് കൃത്യമായി വരാറുണ്ടെന്ന് പറഞ്ഞാണ് ജിമ്മി തൻ്റെ വാദഗതികൾക്ക് തുടക്കമിടുന്നത്. 90 സീറ്റെന്ന് MV ഗോവിന്ദൻ പറഞ്ഞാലും അതിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ, അതുമല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ ചർച്ച 75 മുതൽ 82 സീറ്റ് വരെയാകാമെന്നും ജിമ്മി പറയുന്നു. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം ഇതുകൂടി കൂട്ടിച്ചേർക്കുന്നു. പക്ഷേ താൻ കരുതുന്നത് അങ്ങനെയല്ല. കാര്യങ്ങൾ UDFന് അനുകൂലമെന്നാണ്. വടക്കൻ കേരളത്തിൽ UDFന് അനുകൂല വേവുണ്ട്, മധ്യ കേരളത്തിലുമുണ്ട്. CPM കേന്ദ്രങ്ങളിൽ BJP കടന്നു കയറുന്നു എന്നുകൂടി പറഞ്ഞാണ് ജിമ്മി തൻ്റെ ഊഴം അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇത്തവണ ഇതുപോലെ തന്നെ മുസ്ലിം വോട്ടുകൾ കുറച്ച് കാര്യമായി സ്പ്ലിറ്റ് ആകുന്നെങ്കിൽ ഷാനവാസ് പാദൂർ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ സുരേന്ദ്രന് ഇതിനേക്കാൾ വലിയ സാധ്യത ഉണ്ടായിരുന്നു. ഷാനവാസ് പാദൂർ മഞ്ചേശ്വരത്ത് പോയി ഇത്രയും വോട്ടൊന്നും പിടിക്കേണ്ടായിരുന്നില്ല. പക്ഷേ കാസർഗോഡ് 1 വോട്ട് പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന മണ്ഡലങ്ങളൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഇതായിരിക്കും. CPMൻ്റേത് റിയലിസ്റ്റിക്കായ കണക്ക് എന്ന നിലയ്ക്ക് കാണേണ്ടതില്ല എന്നാണ് മീഡിയ വൺ എഡിറ്റർ കൂടിയായ പ്രമോദ് രാമൻ്റെ വിലയിരുത്തൽ. VD സതീശൻ ഒരു കണക്ക് പറയുന്നുണ്ട്, അത് ശരിയാവുന്നുമുണ്ട്. കണക്ക് കൂട്ടാനുള്ള മെക്കാനിസം കോൺഗ്രസിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സതീശൻ്റെ കണക്ക് കൃത്യമായിരുന്നു. രാഷ്ട്രീയ വനവാസം കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി കാണേണ്ടതാണെന്ന ഉറച്ച വിശ്വാസവും മീഡിയ വൺ എഡിറ്റർക്കുണ്ട്. അവസരം കിട്ടിയിട്ടും അധികാരം കിട്ടിയില്ലെങ്കിൽ സതീശൻ മാറി നിൽക്കേണ്ടി വരില്ലേ എന്ന് നിഷാദ് ഇടയ്ക്കൊന്ന് ചൂണ്ടയിട്ട് നോക്കിയെങ്കിലും പ്രമോദ് രാമൻ അതിൽ കൊത്തിയില്ല. 85 സീറ്റ് വരെ UDF നേടുമെന്ന ആത്മവിശ്വാസം പങ്കുവെച്ചുകൊണ്ടാണ് മീഡിയ വൺ എഡിറ്റർ തൻ്റെ വാദമുഖങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഫലത്തിൽ ഇപ്പോൾ 100 സീറ്റോ 100-ന് മേലെയുള്ള സീറ്റോ ആയി ഭവിച്ചില്ലെങ്കിലും ഒരു 85 സീറ്റ് വരെയൊക്കെ അത് ഫലിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ CPMൻ്റെ കണക്ക് തെറ്റുന്നുണ്ട് എന്ന വാദത്തോടെയാണ് അജിൻസിൻ്റെ എൻട്രി. CPMന് ജനങ്ങളുമായുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് പക്ഷേ ഇപ്പോൾ കണക്കുകൾ കൂട്ടാൻ പഠിച്ചിരിക്കുന്നു. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് തൻ്റെ നാട്ടിലെ കാര്യം ഉദാഹരണമായി അജിൻസ് ചൂണ്ടിക്കാണിക്കുന്നു. പഴയ പോലെയല്ല, കോൺഗ്രസ് കൃത്യമായി കണക്ക് കൂട്ടുന്നുണ്ട്. സതീശൻ പറയുന്നത് തെറ്റില്ല എന്ന ആത്മവിശ്വാസത്തോടെയാണ് അജിംസ് അവസാനിപ്പിക്കുന്നത്. പണി കോൺഗ്രസ് ചെയ്യുന്നുണ്ട്. അത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്നത് കൊണ്ടാണ് VD സതീശൻ ആത്മവിശ്വാസത്തോടെ ഇത് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം SIR പ്രോസസ്സാണ്. SIR പ്രോസസ്സിൽ എത്ര വോട്ട് ഡിലീറ്റായി, ആ വോട്ട് ഡിലീറ്റായ വോട്ട് ഏതൊക്കെയാണ്, ചേർത്തത് ആരുടെ വോട്ടാണ്. SIR പ്രോസസ്സിൽ വളരെ സജീവമായി UDF ഇടപെട്ടിട്ടുണ്ട്. ചർച്ച അവസാനിക്കുന്നതിന് മുന്നേ പ്രമോദ് രാമൻ മുന്നോട്ട് വെച്ച ഒരു പോയിന്റിന് ജിമ്മി ജെയിംസ് അടിവരയിട്ട് കൊടുക്കുന്നുണ്ട്. 2 ജില്ലകളിലാണ് വോട്ട് കൂടിയത്, കാസർഗോഡും മലപ്പുറത്തും. മുസ്ലിം വോട്ടുകൾ വളരെ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം കൺസോളിഡേഷൻ നടന്നുവെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒന്നായി ഈ വാദത്തെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തവർ അവർ അറിയാതെയാണെങ്കിലും VD സതീശനിലേക്ക് മാത്രം ചാഞ്ഞുപോയ ഒന്നായിരുന്നു ഫൈനൽ ആർഗ്യുമെൻ്റ് എന്ന പരിപാടിയെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് LDF ഭരിക്കുമെന്നോ UDF ഭരിക്കുമെന്നോ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എനിക്കെന്നല്ല, ജ്യോതിഷം പഠിക്കാത്ത ഒരു മാധ്യമപ്രവർത്തകനും ജയപരാജയ സാധ്യത പറയുക അസാധ്യമാണ്. ബാക്കിയൊക്കെയും നമ്മളിപ്പോൾ വാർത്താ ചാനലുകളിൽ കാണുന്നതൊക്കെയും ടാർഗറ്റ് ഇല്ലാത്ത വെടിവെപ്പുകൾ മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.